എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഞാൻ കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇടിയപ്പം അല്ലേ? അപ്പം നമുക്ക് ഇന്ന് ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതൊരു സ്പെഷ്യൽ ഇടിയപ്പമാണ്. ഒരു സ്റ്റഫ്ഡ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് അഭിപ്രായം പറയണേ. ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇത് പുട്ടുപൊടിയെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്ന് വെച്ച് ഒരുപാട് ബ്ലാക്ക് ആവരുത്, എന്നാലേ ഇടിയപ്പം ശരിയാവുള്ളൂ. ഇത് 2 കപ്പ്. പിന്നെ നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, ഇത് സോയാ ഗ്രാനൂൾസ് ആണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഈ സോയ ചങ്ക്സൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ. അതുപോലെ സോയ ഗ്രാനൂൾസ് എന്ന് പറഞ്ഞ ചെറിയ തരിയായിട്ടുള്ളത്. അത് ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം ഒരു ഹാഫ് അവർ ഇട്ട് കഴിഞ്ഞ് നമുക്ക് പിഴിഞ്ഞ് എടുക്കുന്നതാണ് ഇത് സോയ ഗ്രാനൂൾസ്. ഇത് വേണം. പിന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റഫിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റഫിങ് ഉണ്ടാക്കുന്നതിന് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇത് കടുക് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം കൂടെ മിക്സാണ്. ഉലുവ, പെരുംജീരകം, കടുക്, നോർമൽ ജീരകം എല്ലാം കൂടെ മിക്സാണിത്. ഇത് പാക്കറ്റിലിവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചത് നമുക്ക് എണ്ണയിലിട്ട് നല്ലതായിട്ട് മൂപ്പിക്കുക. ഇത് നല്ലതായിട്ട് മൂത്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഹാഫ് സ്പൂൺ മുളക് പൊടി ഇടുക, ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇത്രയും കൂടി ഇട്ട് നന്നായി ഇളക്കി അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന ക്യാരറ്റ്, സോയ ചങ്ക്സ് ഇതെല്ലാം അതിലേക്ക് ഇടുക. ഇതെല്ലാം ഇട്ട് നല്ലതായിട്ട് വഴറ്റി നമുക്ക് എടുക്കുക. അപ്പം നല്ലതായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റഫിങ് റെഡിയാവും. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക ഇതിൽ. കണ്ടോ, നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള സ്റ്റഫിങ് റെഡി. നല്ല ടേസ്റ്റാണിത്. ഇതിൽ കുറച്ച് ഒരു പിഞ്ച് ഗരം മസാല ഇടുക. ഒരു പിഞ്ച് ഇട്ടാൽ മതി. ഒരു പിഞ്ച് ഗരം മസാല ഇടുക, കുറച്ച് മല്ലിയില ഇടുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫിങ് റെഡി. ഇത് നമുക്ക് ഇതിനകത്തിൽ മുട്ട ചേർക്കാം. മുട്ട ഈ ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ബുർജി പോലെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് ഈ സോയയ്ക്ക് പകരം നമുക്ക് മുട്ട ചേർക്കാം, ചിക്കൻ ചേർക്കാം. ചിക്കൻ നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് വഴറ്റി ഇതുപോലെ സോയയ്ക്ക് പകരം ചിക്കൻ ചേർക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റഫിങ് ചെയ്തെടുക്കാം. നമ്മൾ വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. നല്ല ചൂടായെങ്കിലേ നമുക്ക് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ച് ഈ അച്ചിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് കുഴയ്ക്കാം. നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലൊരു പരന്ന പാത്രത്തിലേ നിങ്ങൾ കുഴയ്ക്കാവൂ. ഇത്രയും കുഴച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വീണ്ടും കുഴയ്ക്കാം. ഇത് നമ്മൾ ആ അരിപ്പൊടി പിന്നെ ഇടഞ്ഞ് എടുക്കണം. പുട്ടുപൊടിയാണെങ്കിൽ അത് ഒന്നുകൂടെ വറുത്ത് നല്ലതായിട്ട് ഇടഞ്ഞെടുക്കണം. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം കിട്ടുള്ളൂ.
ഇതാ നമ്മൾ കുഴച്ച് കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ദേ ഈ പരുവമാണ് കണ്ടോ. ഇതുപോലെ ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം കണ്ടോ. ഒരുപാട് ഹാർഡ് ആവാൻ പാടില്ല. ഇത്രയും സോഫ്റ്റ് ആയിരുന്നാലേ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടുള്ളൂ. ഈ മാവ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ച് നമുക്കിതിലേക്ക് ഇഡ്ഡലി ചെമ്പിനകത്തിലാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, നമ്മളിതിലേക്ക് പിഴിഞ്ഞെടുത്തു. ഇത് നമ്മൾ കുഴച്ച് അപ്പം തന്നെ പിഴിഞ്ഞെടുക്കണം. ആ ചെറിയ ചൂടിൽ തന്നെ പിഴിഞ്ഞെടുക്കണം. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കുഴച്ച് വെച്ച് രാവിലെ കുഴച്ച് വൈകിട്ടൊന്നും ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്തത് ഇത് പകുതിയേ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ സ്റ്റഫിങ് നിറയ്ക്കാൻ വേണ്ടിയാണ് പകുതി പിഴിഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മൾ സ്റ്റഫിങ് വെക്കുക. ഓരോന്നിലും ഓരോ സ്പൂൺ സ്റ്റഫിങ് വെക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റഫിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒരു ലെയർ പിഴിഞ്ഞെടുക്കുക. ഇതാ ഇഡ്ഡലിച്ചെമ്പ് വെച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നേരത്തെ റെഡിയാക്കി വെച്ചാൽ അത് വെച്ച് മുകളിൽ കുറച്ച് തേങ്ങയുടെ വെക്കുക. ഓരോന്നിലും കുറച്ച് തേങ്ങയുടെ വെച്ച് ഇത് ഒരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കുക. കൂടുതൽ നേരം സ്റ്റീം ചെയ്യരുത്, ഹാർഡായി പോവും. ഒരു 10 to 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്ത് എടുക്കുക. ഇതേ നമ്മുടെ സ്റ്റഫ്ഡ് ഇടിയപ്പം റെഡി. നോക്ക്, ഇത് നല്ല സോഫ്റ്റാണ് കണ്ടോ. ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ. എന്തോ ഒരു സോഫ്റ്റ് ഇടിയപ്പമാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ സ്റ്റഫിങ് ആണേലും ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ. ഇതിന് കറിയുടെ ആവശ്യമില്ല കണ്ടോ. നല്ല ടേസ്റ്റി മസാലയാണ് അകത്ത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ സോയ കൊണ്ടുണ്ടാക്കിയാൽ സോയ ഗ്രാനൂൾസ് ആയിരിക്കണം. സോയ കൊണ്ടുണ്ടാക്കിയാൽ നമ്മൾ ചിക്കൻ കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇത് നമുക്ക് കുറച്ച് മസാല കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.